എൻ്റെ മകൻ്റെ കാലിൽ 8 മാസക്കാലമായി ഒമാനിൽ താമസിക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന മകന് കാലിലെ വിരളിൽ 3 ആണികൾ, ആദ്യം ഒരാണി ഉണ്ടായിരുന്ന 3 ആണിയായി മാറി. ആ ആണി രോഗം സുഖപ്പെടുത്തണമെന്ന ഭാര്യയുടെ ഒരു ഉടമ്പടിയിലെ ഒരു വാചകമായിരുന്നു. അത് വീട്ടിൽ വന്നവൻ പോയി ഈ എണ്ണ തൊട്ട് പുരട്ടി പ്രാർത്ഥിച്ച്, ഇവിടെ നിന്ന് ലഭിച്ച എണ്ണയും തൊട്ട് പുരട്ടി പ്രാർത്ഥിച്ചു. ആ തൊട്ട് പുരട്ടി പ്രാർത്ഥിച്ചു. അവൻ ഒമാനിലേക്ക് തിരിച്ചുപോയി അവിടെ ചെന്ന് 10 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ആ കാലിൻ്റെ ഫോട്ടോ എടുത്ത് ഭാര്യയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. അമ്മയെ പരിപൂർണമായും ആണി സുഖപ്പെട്ടു, ആ ആണി രോഗം പരിപൂർണമായും സുഖപ്പെട്ടു എന്ന സാക്ഷ്യം അവൻ തന്നെ നൽകി. അതേപോലെ തന്നെ ഇവളുടെ ഇടത് കൈ ഒരു 5-8 വർഷക്കാലമായി തുണി പിഴിയണമെങ്കിൽ ഞാനോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും സഹായിക്കണമായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീനുള്ള വാഷിംഗ് മെഷീനിൽ ഇട്ട് പിഴിയുന്ന തുണിക്ക് അപ്പുറത്തേക്ക് മറ്റ് എന്തെങ്കിലും ഇവിടെ തുണി പിഴിയണമെങ്കിൽ, ഷർട്ട് പശ പൊക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഭാര്യയെ ഞാൻ കൂടി സഹായിക്കേണ്ട സാഹചര്യമായിരുന്നു 8 വർഷക്കാലമായി. ഈ ഇടത് കൈയിലിരുന്ന് അമ്മയുടെ കാശുരൂപത്തിൽ നിന്നും ആ സുഗന്ധപൂരിതമായ എണ്ണ വന്നതിന് ശേഷം ഒരു സഹായത്തിന് എനിക്ക് പോകേണ്ടി വന്നില്ല. പരിപൂർണമായും ആ കൈ സുഖപ്പെട്ട സാഹചര്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുകയാണ്. അതും ഉടമ്പടിയിലെ ഒരു കാര്യമായിരുന്നു. അതേപോലെ തന്നെ ഉടമ്പടിയിൽ ഇല്ലാത്ത വിഷയങ്ങളിൽ അത്ഭുതകരമായ 2 സംഭവങ്ങൾ കൂടി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 2 കാര്യങ്ങൾ. കഴിഞ്ഞ പെസഹ ബുധനാഴ്ച വൈകുന്നേരം ഞാൻ സാധാരണ പണിയൊക്കെ കഴിഞ്ഞ് തിണ്ണയിൽ വന്ന് ഇരിക്കുകയാണ്. അതുവരെ 5:30 വരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നടന്നിരുന്ന ഞാൻ വളരെ പെട്ടെന്ന് എൻ്റെ ഇടത് കാലിൽ ഒരു വേദന, മുട്ടിൻ്റെ അടുത്ത്. എനിക്ക് എഴുന്നേറ്റ് നടക്കാനാവുന്നില്ല, നിൽക്കാനാവുന്നില്ല, വേദനയാണ്. ഞാൻ അത്യാവശ്യം കുഴമ്പ് തിരുമ്മി ചൂട് പിടിച്ചു, ഒന്നും കുറയുന്നതേയില്ല. ഞാൻ ആസ്പത്രിയിൽ പോകാനായി എൻ്റെ ഭാര്യയുടെ ആങ്ങളയെ വിളിച്ചു. ആങ്ങളയുടെ മോനെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, വണ്ടി ഓടിക്കാൻ വേണ്ടി വിടാം, ആസ്പത്രിയിൽ പോകാൻ കൂട്ടുവിടാം എന്ന് പറഞ്ഞു. അവനോട് വരാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ എഴുന്നേറ്റ് ഹാളിലെ സെറ്റിയിൽ പോയിരിക്കുകയാണ്. എനിക്ക് പോയി ഒന്ന് കൈ കഴുകാൻ പോലും, കാപ്പി കുടിക്കാൻ കൈ കഴുകാൻ പോലും പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഇരുന്ന ഞാൻ പെട്ടെന്ന് ഭാര്യയോട് പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, എന്തായാലും പ്രാർത്ഥിച്ചിട്ട് ആസ്പത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. ഈ മാതാവിൻ്റെ എണ്ണയെടുത്തു, കാലിൽ തൂത്തു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന അന്നേരം ചെല്ലി. എന്തായാലും ഒരു 20-25 മിനിറ്റോടുകൂടി ഏതാണ്ട് 90% സുഖപ്പെട്ടു. ദുഃഖ വെള്ളിയാഴ്ചയും പെസഹ വ്യാഴാഴ്ചയും ആശുപത്രിയിലായിരിക്കും എന്ന് ഉറപ്പിച്ച ഞങ്ങളെ കുടുംബസമേതം ഞങ്ങൾ ആശുപത്രിയിലായിരിക്കുന്നു. കാരണം ഞാൻ ആശുപത്രിയിൽ പോയ ഭാര്യയും വരും, വീട്ടിൽ വേറെ ആരുമില്ല. ഞങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ കഴിയില്ല, പെസഹ വ്യാഴാഴ്ച അപ്പം മുറിക്കാൻ പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ പോകാനും ദുഃഖ വെള്ളിയാഴ്ച നടന്ന്, കാലിൽ ചെറിയൊരു പെയിൻ ബാക്കിയുണ്ടായിരുന്നു, പക്ഷെ നടന്ന് കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കാനും ദൈവം അനുഗ്രഹിച്ചു. ഈ എണ്ണ വഴി എന്ന ഒരു അത്ഭുതവും ഉണ്ടായി.